നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 4123 പട്ടയാപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31-നകം പരിവേഷ് പോർട്ടലിൽ സമർപ്പിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സാമ്പത്തിക വർഷം പിന്നീട് മുൻപ് തന്നെ വാർഡിലെ സജീവ തൊഴിലാളികൾ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കൊരട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലെ തൊഴിലാളികൾ. ലോക ഗ്ലൂക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം 10 കോടി യൂണിറ്റ് കടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 4123 പട്ടയാപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31-നകം പരിവേഷ് പോർട്ടലിൽ സമർപ്പിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലയിലെ വനംഭൂമി പട്ടയാപേക്ഷ പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ വനം ഭൂമി പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന പൂർത്തീകരിച്ചിരുന്ന ഫയലുകൾ കേന്ദ്ര അനുമതിക്കായി 1990കളിൽ സമർപ്പിച്ചിരുന്നു. എങ്കിലും ഇംപ്രോപ്പർ എന്ന കുറിപ്പോടെ 2005-ൽ തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഓഫീസ് രൂപീകരിക്കുകയും കേന്ദ്രം നിഷ്കർഷിച്ച രീതിയിൽ സർവേ നടത്തി പട്ടയ ഫയലുകൾ ഡിജിറ്റലാക്കി സ്കെച്ച് സഹിതം തയ്യാറാക്കുകയും പർവേഷ് പോർട്ടലിൽ അപ്ലോഡിന് സജ്ജമാക്കുകയും ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങൾ ചേരുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. കേന്ദ്ര അനുമതി ലഭിച്ച അപേക്ഷകളിൽ പട്ടയ വിതരണത്തിന് നടപടി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനും അപേക്ഷകരെ കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വഴി അവസാന ശ്രമം നടത്തുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ നിലവിൽ വനം ഭൂമി കൈവശം വെച്ചു വരുന്നവരുടെ വിവരശേഖരണം പൂർത്തീകരിച്ച 9355 ഫയലുകൾ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സാമ്പത്തിക വർഷം പിന്നീട് മുൻപ് തന്നെ വാർഡിലെ സജീവ തൊഴിലാളികൾ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കൊരട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലെ തൊഴിലാളികൾ. 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികൾക്കുള്ള ആദരവും ഉപഹാര സമർപ്പണവും കൊരട്ടി പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ് ചന്ദ്രിക വിജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡിലെ വിവിധ അയനിച്ചിറ തോടുകളുടെ പുനരുജ്ജീവനം, കോഴിക്കോട് തൊഴുത്ത് നിർമ്മാണം, നാമമാത്ര BPL കുടുംബങ്ങളിലെ കൃഷിയിടങ്ങൾ ഒരുക്കൽ, മഴക്കുഴി ഒരുക്കൽ, വനവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു. 1340 തൊഴിൽ ദിനവും 5.23 ലക്ഷം രൂപ കൂലിയും ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാറക്കൂട്ടത്ത് പൂർത്തീകരിച്ചു. പ്രവൃത്തികളുടെ കൃത്യമായ സോഷ്യൽ ഓഡിറ്റും തൊഴിലുറപ്പ് ഗ്രാമസഭകളുടെ നടത്തിപ്പും പദ്ധതികളുടെ കൃത്യമായ നടത്തിപ്പിനും വഴിയൊരുക്കിയെന്ന് വാർഡ് അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് അറിയിച്ചു. യോഗത്തിൽ അന്തോണി KV, സുമതി KA, രാധ ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിലാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ വർഷത്തെ 2024-25 സാമ്പത്തിക വർഷത്തിൽ മാർച്ച് മാസം പകുതി പിന്നിടുമ്പോഴേക്കും നമ്മുടെ തൊഴിലാളികളുടെ 90%വും 100 ദിവസം പണി പൂർത്തീകരിച്ച ഒരു സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വളരെ അപൂർവമാണ്. ഇത്രയും പേര് പെട്ടെന്ന് 100 ആവുക എന്നത് വളരെ കുറവായ സമയമാണ്. നമ്മുടെ ഈ വാർഡിനകത്തെ വിവിധ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ വളരെ കൂടുതലെന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിലും
നമ്മുടെ ഈ സംഘത്തിൽ പുരുഷന്മാരും ഉണ്ട് എന്നത് വലിയ സന്തോഷമാണ്. നമ്മുടെ ഈ പ്രദേശത്തിനകത്തെ നിർധനരായ അല്ലെങ്കിൽ നാമമാത്ര കർഷകരുടെ ഇടങ്ങളിൽ കൃഷിയിടങ്ങൾ വൃത്തിയാക്കുക, മഴക്കുഴികൾ ഉണ്ടാക്കുക, അവിടെ പച്ചക്കറികളും മറ്റു ഒരുക്കുക, ഇങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ നിശബ്ദമായ ഒരു പ്രവർത്തനമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടാക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്തോറും തൊഴിലുറപ്പ് മേഖലയിൽ പണി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ആസ്തിയുള്ള പണികൾ മാത്രം ചെയ്താൽ മതി എന്ന തിട്ടൂരവും നിയമവും ഇറക്കുമ്പോഴും അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ആളുകളോട് നാഷണൽ മോണിറ്ററിംഗ് സിസ്റ്റം അടക്കമുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ പോലും അതെല്ലാം അതിനെ എതിർപ്പുണ്ടെങ്കിലും അതെല്ലാം പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി ലൊക്കേഷനിൽ കൃത്യമായി പണിക്കിറങ്ങി ലൊക്കേഷൻ മാപ്പ് ഇട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഈ സാധാരണക്കാരായ തൊഴിലാളികളാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വലിയ സന്തോഷമാണ്. കാരണം ഇതിൽ പണിയെടുക്കുന്ന മിക്കവാറും ആളുകൾ 55 വയസ്സിന് മുകളിലുള്ളവരാണ്. പക്ഷേ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് ഇപ്പോഴും തങ്ങളുടെ ചെറിയൊരു വരുമാനമെങ്കിലും സ്വായത്തമാക്കാൻ വേണ്ടിയാണ് ഈ വാർഡിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇറങ്ങിയിട്ടുള്ളത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ 100-ലധികം പേര് നമ്മുടെ 100 പണികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസം പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ നമ്പർ ആളുകൾ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പണിയിൽ 100 പണികൾ പൂർത്തീകരിക്കുന്നവരായി മാറിത്തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 100 പണി കൃത്യമായി മുടക്കില്ലാതെ പൂർത്തീകരിച്ച എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിലും എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പനമ്പള്ളി ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസും വനിതാ വിദ്യാർത്ഥികൾക്ക് മെസ്റ്റൽ കപ്പ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. ചാലക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ സെമിനാർ നടത്തി. അപ്പോളോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വനിതാ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി വിഭാഗം ബോധവൽക്കരണ ക്ലാസും മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. യോഗത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ യശിക, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആൽബർട്ട് ആന്റണി, റോട്ടറി ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ജീസൺ ചാക്കോ, വാർഡംഗം സൗമ്യ വിനേഷ്, ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ, വിപിൻ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ആ സർക്കാർ വിദ്യാലയത്തെ ഒക്കെ ദത്തെടുത്ത് വർഷങ്ങളോളം അവിടുത്തെ സ്കൂളിനെ ദത്തെടുത്ത് അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു സംഘടനയാണ് റോട്ടറി ക്ലബ് എന്ന് ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഈ സമീപകാലത്ത് റോട്ടറി ക്ലബ്ബ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ചാലക്കുടിയുടെ വിവിധ മേഖലകളിലൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ഏതൊക്കെ സംഘടനകളുമായി സഹകരിക്കാൻ കഴിയുമോ അവരൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പുകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ റോട്ടറി ക്ലബ്ബ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ പനമ്പള്ളി കോളേജിലെ വിദ്യാർത്ഥികൾക്കും മറ്റുമായി ഇന്ന് ഇവിടെ അറ്റ്ലസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് റോട്ടറി ക്ലബ്ബ് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ അന്താരാഷ്ട്ര വനിതാ ദിനം അടുത്ത ദിവസങ്ങളിലാണ്. അതോടനുബന്ധിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാനായിട്ട് റോട്ടറി ക്ലബ്ബ് തയ്യാറായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. റോട്ടറി ക്ലബിന്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സേവനം ലഭ്യമാകാനായിട്ട് അവസരമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. മാഷ് പറഞ്ഞു, ഗോൾഡൻ ജൂബിലി വർഷമാണ്. നിരവധി പ്രവർത്തനങ്ങളാണ്, പരിപാടികളാണ് പനമ്പള്ളി കോളേജ് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ തീരുമാനമെടുത്ത് നടത്തി വരുന്നതെന്ന് മാഷ് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ചാലക്കുടിയുടെ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഏറെ അഭിമാനമുള്ള ഒരു കലാലയം എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം പേറുന്ന ഒരുപാട് ഓർമ്മകളാണ്, അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഉയർച്ചകളിലേക്ക് വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലുമൊക്കെ ഈ സ്ഥാപനം ഉയർന്നു വരാനും ഇവിടുത്തെ മക്കൾ ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ ഉള്ള അവസരങ്ങളായി
ഈ ഗോൾഡൻ ജൂബിലി വർഷത്തെ പരിപാടികൾ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ദിനേശ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ കാലഘട്ടത്തിലെ നമ്മുടെയൊക്കെ ഒരു ആശങ്ക, ഇവിടെ ഇരിക്കുന്നവർക്കും നിങ്ങൾക്കുമൊക്കെയുള്ള ഒരു വലിയ ആശങ്ക നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ലാസ്റ്റ് മെത്തേഡാണ് ഗോ. ഇതാണ് ഗോ. അപ്പൊ നല്ലോണം നീന്തൽ നല്ല രക്ഷപ്പെട്ടില്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പോ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരാള് നിരഞ്ജൻ വെള്ളത്തിലാണോ കരയിലാണോ? നിരഞ്ജനിക്കളുടെ വെള്ളത്തിൽ. അപ്പോ അഭിഷേകാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്. ആ മെത്തേഡ് നമ്മൾ ഗോ എന്ന് പറയും. അഭിഷേകം കരയിലിരിക്കുകയാണ്. ഇവിടുന്ന് അഭിഷേകം ആദ്യം എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് പറയും. അയാൾ അവിടെ മുങ്ങുകയും ചെയ്യാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഡൈവ് ചെയ്യും. ആദ്യം നല്ലോണം നീന്തലറിയാവുന്ന മനുഷ്യൻ പറഞ്ഞു വെച്ച് തെറ്റാണ്. അവൻ നോക്കിക്കായിരുന്നു. അപ്പൊ ഇവിടുന്ന് നേരെ ഡൈവ് ചെയ്യുകയാണ്. ഒരിക്കലും അങ്ങനെ ഡൈവ് ചെയ്ത് ഈ ആളിന്റെ പുറകുവശത്തൂടെ മാത്രമേ പോകാവൂ. ഈ ആള് ആശാ വർക്കേഴ്സ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രകടനവും പൊതുയോഗവും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KG ഷീല ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുജ ആന്റണി അധ്യക്ഷയായി. KT മിനി BJP സംസ്ഥാന കൗൺസിൽ അംഗം KA സുരേഷ്, കോൺഗ്രസ് നേതാവ് ജോബി മാനുവേൽ, ജനകീയ പ്രതിരോധ സമിതി അംഗം CR ഉണ്ണികൃഷ്ണൻ, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം AV പെന്നി, PK ധർമ്മജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ അന്യായമായി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ കാലം അത്രയും പണിയെടുക്കുന്ന ഈ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന അതിൻ്റെ അടിസ്ഥാന വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആശമാർ. ഇന്ന് ആശ എന്താണെന്നുള്ളത് ആരിടത്തും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. ഏതൊരാൾക്കും ആശയുടെ സേവനം ലഭ്യമായിട്ടുള്ളതാണ് ഈ കേരളത്തിൽ. നമുക്കറിയാം, ഈ കോവിഡ് കാലം കേരളത്തിലെ ഒരാളും മറക്കില്ല. ആ മഹാമാരി വന്ന സമയത്ത് സ്വന്തക്കാരും ബന്ധുക്കളും വരെ ഇട്ടിട്ട് പോകുന്നൊരു കോവിഡ് വന്ന ഒരാളെ നോക്കാതെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം സ്വന്തം ജീവനും നോക്കി ഓടിപ്പോകുന്ന അവസ്ഥ. രക്തബന്ധമുള്ള ആളുകൾ പോലും എന്തിന് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളെ, കോവിഡ് ബാധിച്ച് വരുന്ന ആളുകളെ ഗേറ്റ് തുറന്നു കൊടുക്കാതെ പോലും പെരുവഴിയിലാക്കിയിട്ട സംഭവം വരെ കേരളത്തിലുണ്ട്. പക്ഷേ ആശമാർ ചെയ്ത സേവനം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മേഖലകളിൽ, പോലീസ് കടത്തിവിടാത്ത മേഖലകളിൽ വരെ കടന്നു ചെന്നുകൊണ്ട് ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രിയിലെ മൊബൈൽ ഐ യൂണിറ്റിന്റെ സഹകരണത്തോടെ പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ അൻലി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. അവസ്ഥ കാരണം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ഇതിലും നേത്ര ക്യാമ്പുകളൊക്കെ നമ്മുടെ മിക്കവാറും ദിവസങ്ങളിലും ഓരോ സംഘടനകളൊക്കെ നടത്താറുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു മാടവന, ഡാളി വർഗീസ്, ഡാർലി പോൾസൺ, ആനി ജോയ്, സിനി ലോനപ്പൻ, ഡോക്ടർ ND ഹിമ ക്യാമ്പിന് നേതൃത്വം നൽകി. അപ്പോൾ നമുക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 വയസ്സിൻ്റെ അടുത്താണ് തുടങ്ങുന്നത്. അപ്പോൾ മുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് 1-2 ടെസ്റ്റുകളുണ്ട്. അതായത് കാഴ്ച നോക്കണം മാത്രമല്ല, പണിയിൽ മാത്രം നോക്കണം. പിന്നെ ഫീൽഡ് നോക്കി വേറെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ OCT കുറേ ടെസ്റ്റുകളുണ്ട്. മേലൂർ പൂലാനി എടത്രക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രം പാട്ടും വിളക്കും 12 മുതൽ 14 വരെ ആഘോഷിക്കും.
ബുധനാഴ്ച ആരംഭിച്ച ചടങ്ങുകൾ ശനിയാഴ്ച പുലർച്ചെയോടെ സമാപിക്കും. 12 വൈകിട്ട് പ്രസാദശുദ്ധി, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നീ ചടങ്ങുകളും രാത്രി കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും അരങ്ങേറും. വ്യാഴാഴ്ച രാവിലെ ബിംബശുദ്ധി ക്രിയകളും ചതുശുദ്ധിധാര, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയും രാത്രി നാടൻ പാട്ടരങ്ങും നടക്കും. 3-ാം ദിവസമായി 14 വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, ഉച്ചയ്ക്ക് അന്നദാനം, ഉച്ചകഴിഞ്ഞ് എഴുന്നള്ളിപ്പ്, കാഴ്ച ശിവേലി എന്നിവയും രാത്രി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലിവരവ്, മുടിയാട്ട്, സാമ്പവ നൃത്തം, കാളകളി തുടങ്ങിയ അനുഷ്ഠാന കലകളും അരങ്ങേറും. പുലർച്ചെ നടക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സനീഷ് കുമാർ ജോസഫ് MLA അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുകണ്ഠനമഠത്തിൽ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോസ് സോളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, PK ജേക്കബ്, CV ആന്റണി, ലീന ഡേവിസ്, PP പോളി, ലിജോ ജോൺ, ഷാൻഡി ജോസഫ്, മനജ ദിവാകരൻ, സെക്രട്ടറി PG പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള.